ഇന്നലെ ഗോകുലമ്മാളിൽ നിന്ന് കളിയൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വാതിലൊരു മുട്ട വെക്കുന്നത്. തുറന്നു നോക്കിയപ്പോഴാണല്ലോ രസം. അനിയത്തിയും അമ്മയും കൂടി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കും കൊണ്ട് വന്നതാണ്. അപ്പം പിന്നെ നമ്മൾ സർപ്രൈസ് ആവാതെ പറ്റില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 1.5 ടണ്ണ് സർപ്രൈസ് അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് വലിയൊരു അഭിനയം കാഴ്ചവെച്ചു. സർപ്രൈസിനൊടുവിൽ അനിയത്തിയുടെ വക ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. ആ സന്തോഷങ്ങളൊക്കെ പക്ഷേ രാവിലെ ആയപ്പോഴേക്കും പോയി. ഉറങ്ങി എണീറ്റപ്പോൾ ചെറിയൊരു ജലദോഷം. അതുകൊണ്ട് ഇന്ന് വർക്കിന് പോകാൻ പറ്റിയില്ല. ഇന്നൊരു ലീവ് എടുത്തിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ സിനിമാ നടി രജിഷ വിജയൻ്റെ ഐറ്റം ഡാൻസ് കാരണം ഈ അടുത്ത് കുറച്ച് പബ്ലിസിറ്റി ആയ ഒരു പടമാണ്. പടം കണ്ടു തുടങ്ങിയപ്പോഴും എനിക്ക് അതിനുള്ളിലേക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ അടുത്ത് ഇതുപോലൊരു പടം ഞാൻ കണ്ടതാണ്, പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. എൻ്റെ അഭിപ്രായം കേട്ടിട്ട് ആരും സിനിമയ്ക്ക് പോലെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. മലയാളത്തിൻ്റെ ഒരു ടൈം ട്രാവൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ അതങ്ങനെ എടുത്തു പറയാനും പറ്റില്ല. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് സിനിമ പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം. ഇനി ഇതിനൊക്കെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നും കൂടി പറയുമ്പോഴാണ് പ്രശ്നം.